25 കോടിയുടെ 10% ഏജന്റ് കമ്മീഷൻ, അതായത് 2.5 കോടി രൂപ ഏജന്റിന്റെ കമ്മീഷനായിട്ട് പോകും. കഴിച്ചുള്ള 22.5 കോടിയാണ് ഭാഗ്യവാന് ലഭിക്കേണ്ട തുക. അതിനുശേഷമാണ് ആദായ നികുതി കണക്കാക്കുന്നത്. അപ്പൊ ആദായ നികുതി കണക്കാക്കുമ്പോൾ 10 ലക്ഷം രൂപയ്ക്കപ്പുറം വരുന്ന വരുമാനത്തിന് 30%, ഇനിയിപ്പോ അത് 40% ആകുമേ. കാരണം നവരാത്രി നാളാണല്ലോ അത് നിലവിൽ വരിക. വിജയിയുടെ സമ്മാന തുകയിൽ 6.75 കോടി രൂപ ഈ TDS ഇനത്തിൽ കുറയ്ക്കപ്പെടും. 2.5 കോടി രൂപ നമ്മൾ കണ്ടു ഏജന്റിന്റെ ഫീസായിട്ട് പോയി. ബാക്കിയാണ് ഇയാളുടെ കൈ കിട്ടുന്നത്. ഇയാളുടെ കൈ കിട്ടുന്നതിൽ നിന്നാണ് ഈ വകുപ്പ് ഇത് ആദായ നികുതി പിടിക്കുന്നത്. അപ്പൊ അതിന്റെ ആദായ നികുതി എന്ന രീതിയിൽ 6.75 കോടി അയാളിൽ നിന്ന് പിടിക്കുന്നു. അത് കഴിഞ്ഞ് അവശേഷിക്കുന്ന തുക 15.75 കോടി മാത്രമാണ്. ആണെങ്കിലും അതിൽ നിന്ന് 50 ലക്ഷത്തിന് മുകളിൽ വരുന്ന വരുമാനങ്ങൾക്ക് സർചാർജും ബാധകമാണ്. അങ്ങനെ വരുമ്പോൾ 50 ലക്ഷം മുതൽ 1 കോടി വരെ 10%, 1 കോടി മുതൽ 2 കോടി വരെ 15%, 2 കോടി മുതൽ 5 കോടി വരെ 25%, 5 കോടിക്ക് മുകളിൽ 37% സർചാർജ്. അപ്പൊ ഇവിടെ 5 കോടിയല്ല 15.75 കോടിയാണ് 25 കോടിക്കാരന്റെ കയ്യിൽ വരാനിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിന്റെ 37% സർചാർജ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ 2.5 കോടി രൂപ സർചാർജ് ഇനത്തിൽ വീണ്ടും പോകും. പിന്നെ ഇതിനു പുറമെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ഇനത്തിൽ പോകും. എല്ലാം കൂടി കഴിഞ്ഞിട്ട് 25 കോടിയുടെ ലോട്ടറി അടിക്കുന്നവന്റെ കയ്യിൽ അവസാനം കിട്ടുന്നത് 12 കോടി രൂപ മാത്രമാണ്.